ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ഗുരുദേവൻ രചിച്ച തത്വചിന്താപരമായ കൃതികളിൽ അതിപ്രധാനമായ ഒന്നാണ് ദർശനമാല. ഇന്നു മുതൽ ദർശനമാലയുടെ ക്ലാസ് ആരംഭിക്കുന്നു. ദർശനമാല ഒരു സംസ്കൃത കൃതിയാണ്. 10 വീതം ചെറിയ ശ്ലോകങ്ങൾ അടങ്ങിയ 10 അധ്യായങ്ങളിലായിട്ടാണ് ഭാരതീയ ദർശനശാസ്ത്രത്തിൻ്റെ സത്തയെ വളരെ ലളിതമായ ശൈലിയിൽ സമ്പൂർണമായി ഈ കൃതിയിലൂടെ ഗുരു നമുക്ക് വെളിവാക്കി തരുന്നു. ദർശനമാലയിലേക്ക് കടക്കുന്നതിന് മുൻപായി ദർശനം എന്നാൽ എന്താണെന്നും പ്രധാനപ്പെട്ട ഭാരതീയ ദർശനങ്ങൾ ഏതൊക്കെ ആണ് എന്നും അവയുടെ പ്രണേതാക്കൾ ആരൊക്കെയാണ് എന്നും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഭാരതീയ ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഷഡ്ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന 6 ദർശനങ്ങളാണ്. അതിലൊന്ന് കണാദ മഹർഷിയുടെ വൈശേഷിക ദർശനം. 2 ഗൗതമമുനിയുടെ ന്യായ ദർശനം. 3 കപിലമുനിയുടെ സാഖ്യദർശനം. 4 പതഞ്ജലിയുടെ യോഗദർശനം. 5 ജൈമിനിയുടെ പൂർവമീമാംസ. 6 ബാദരായണൻ്റെ ഉത്തരമീമാംസ. ഇവ കൂടാതെ ചാർവാകൻ്റെ ലോകായതം എന്ന ഭൗതിക ദർശനവും ബുദ്ധദർശനം, ജൈനദർശനം എന്നിവയും ഭാരതീയ ദർശന പരമ്പരയിൽ ഗണിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അറിയേണ്ട വസ്തുവെ വിവിധ വീക്ഷണകോണിലൂടെ കണ്ടറിഞ്ഞ് സമ്പൂർണമായ അറിവ് നേടുക എന്നതാണ് ദർശനം ചെയ്യുന്നത്. ദർശനശാസ്ത്രത്തിൻ്റെ പ്രവൃത്തി അതാണ്. അറിയേണ്ടതായി കേവലം 2 കാര്യങ്ങളേ ഉള്ളൂ. 1 ഞാൻ കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്. 2 കാഴ്ചക്കാരനായ ഞാൻ ആരാണ്. ഇനി ദർശനമാലയിലേക്ക് പ്രവേശിക്കാം. 10 ശ്ലോകങ്ങളുടെ 10 അധ്യായങ്ങളായിട്ടാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് മുൻപ് പറഞ്ഞല്ലോ. ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുള്ള പേരും അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളും എന്താണ് എന്ന് ഇവിടെ ചുരുക്കി പറയാം. 1-ാം അധ്യായത്തിൻ്റെ പേര് അധ്യാരോപ ദർശനം. ഇവിടെ സൃഷ്ടിയെപ്പറ്റി പറയുന്നു. 2-ാം അധ്യായം അപവാദ ദർശനം. ഇവിടെ 1-ാം അധ്യായത്തിൽ പറയപ്പെട്ട സൃഷ്ടിയെ അപവദിക്കുന്നു അഥവാ ഖണ്ഡിക്കുന്നു. 3-ാമത്തെ അധ്യായം അസത്യദർശനം. ഇവിടെ പ്രപഞ്ചദൃശ്യങ്ങൾ കേവലം മനോമയമാണ് എന്ന് സമർത്ഥിക്കുന്നു. 4-ാമത്തേത് മായാദർശനം. ഇവിടെ മായ എന്താണെന്നും അതിൻ്റെ രൂപഭേദങ്ങളും വിവരിക്കപ്പെടുന്നു. 5 ഭാനദർശനം. ദൃശ്യസങ്കല്പങ്ങളുടെ കാര്യകാരണ ബന്ധം ഇവിടെ സ്പഷ്ടമാക്കപ്പെടുന്നു. 6 കർമ്മദർശനം. ഇവിടെ കർമ്മം ആത്മാവിനെ ബന്ധിക്കുമോ എന്നും മറ്റും ചർച്ച ചെയ്യുന്നു. 7 ജ്ഞാനദർശനം. ഇവിടെ അറിവിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. 8 ഭക്തിദർശനം. ഇതിലൂടെ ഭക്തി എന്താണെന്നും അത് മുക്തിമാർഗമാകുന്നത് എങ്ങനെയാണ് എന്നും വെളിവാക്കപ്പെടുന്നു. 9-ാമത്തേത് യോഗദർശനം. യോഗദർശനത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മോന്മുഖമാക്കി തീർക്കുന്നതിനെപ്പറ്റി പറയുന്നു. 10-ാമത്തേത് നിർവാണ ദർശനം. ഇതാണ് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന അവസ്ഥ. ഇവിടെയും
വിവിധ തലങ്ങളുണ്ട്. ഇതെല്ലാം വഴിയെ നാം മനസ്സിലാക്കുന്നതാണ്. ആമുഖമായി ഇത്രയും പറയുന്നു. നമസ്കാരം.